ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി ഓണം. എല്ലാവരും സന്തോഷമായിട്ടും സേഫായിട്ട് ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് തിരുവോണമാണ്. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് വീഡിയോസൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഏട്ടൻ രാവിലെ തന്നെ പൂക്കൾ ഇടാനൊക്കെ പോയി. ഞങ്ങൾ അടുക്കളയിൽ സദ്യ ഉണ്ടാക്കാനായിട്ടുള്ള ആ ഒരു തിരക്കിലാണ് കേട്ടോ. അപ്പോൾ അമ്മയുണ്ട്, അച്ഛനുണ്ട്, അനിയനുണ്ട്, ഞാനുണ്ട്. എല്ലാവരും ഓരോരോ പണിയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനിയനവിടെ വാഴയിലൊക്കെ ഇങ്ങനെ കഴുകി തുടച്ച് വൃത്തിയാക്കി വെക്കുന്നുണ്ട്. അച്ഛനവിടെ ചോറ് വയ്ക്കണതിൽ ചോറ് വെന്തോ അങ്ങനെ അടുപ്പത്തുള്ളതൊക്കെ നോക്കി ഇങ്ങനെ അവിടെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയുണ്ടോ. അപ്പോൾ ഇടയ്ക്ക് ഏട്ടൻ്റെ അടുത്ത് പോയി നോക്കുന്നുണ്ട്. പക്ഷേ പൂക്കളൊന്നും ഫിനിഷിങ് ആയിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം സദ്യക്ക് വേണ്ടിയുള്ള കറികളും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടോ. അപ്പോൾ ഇത് ഓരോന്നിങ്ങനെ എടുത്ത് ഞാൻ നോക്കുകയുണ്ടോ എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്ന്. കാരണം ഞാൻ അടുക്കളയിലാകെ തേങ്ങ അങ്ങനെ ചിരണ്ടാൻ മാത്രമായിട്ട് ഞാൻ പോയി നിന്നുള്ളൂ. ബാക്കിയൊക്കെ ചെയ്തത് അമ്മയും അച്ഛനും ഏട്ടനും ഒക്കെ കൂടിയാണ് ചെയ്തത്. കാരണം അടുക്കളയിൽ കയറിയിട്ടേ ഇല്ല. അപ്പോൾ അമ്മ ഉണ്ടാക്കിയ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടോ. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ തിരുവോണത്തിൻ്റെ അന്ന് ഏട്ടൻ്റെ ഫ്രണ്ട്സും അവരുടെ വൈഫും മക്കളും അതേപോലെ വീടിൻ്റെ അടുത്തുള്ള നെയ്ബേഴ്സും അതേപോലെ അമ്മയ്ക്ക് പരിചയമുള്ള കുറച്ച് പേരും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാ പ്രാവശ്യവും ഓണത്തിന് അങ്ങനെ വിളിക്കാറുണ്ട്, അവർ വരാറുണ്ട്. എല്ലാവരും ഒരുമിച്ചിരുന്ന് സദ്യ കൊണ്ട് അങ്ങനെ സന്തോഷത്തോടു കൂടി പിരിഞ്ഞു പോകുന്നത് നല്ല ഒരു ഇതാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പം അങ്ങനെ ഫസ്റ്റത്തെ അതിഥി വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റുള്ളവരെല്ലാവരും വന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മയുടെ കൂടെ ജോലി ചെയ്യുന്ന ഇത്തായാണത്, അതിൻ്റെ കുട്ടിയാണ് കേട്ടത്. അവനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ഉമ്മയുടെ അടുത്ത് ഇരുന്നതിന് ഒരു കുഴപ്പമില്ല, അവനൊരു സങ്കടവും ഇല്ല, ദേഷ്യവും ഇല്ല, കരച്ചിലും ഇല്ല, ഒന്നുമില്ല. അവൻ അവിടെ നിന്ന് ഇങ്ങനെ ആ സദ്യയിൽ ഇങ്ങനെ ഇലയിൽ ചോറിട്ടിട്ട് അതിങ്ങനെ ഇരുന്ന് കഴിക്കുക. അവൻ ഒറ്റയ്ക്കിരുന്ന് കഴിക്കാൻ കേട്ടോ. 7 മാസമോ 6 മാസം കണ്ടായിട്ടുള്ളൂ എന്ന് തോന്നണോ. പക്ഷേ അവനിങ്ങനെ ഇരുന്ന് കഴിക്കും. പക്ഷേ അവൻ്റെ അമ്മയുടെ അടുത്ത് ഇരുന്നതിനും ഒരു കുഴപ്പമില്ല. പക്ഷേ അമ്മയോ അല്ലെങ്കിൽ മറ്റുള്ളവരാരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അവനപ്പം കിടന്ന് കരച്ചില്ല. ആ കരച്ചിൽ നിർത്തൂല. പിന്നെ അവൻ്റെ ഉമ്മ എടുക്കണം. കാരണം നമ്മൾ വീട്ടിൽ നെയ്റ്റിയല്ലേ ഇട്ട് കൊണ്ടുവരുന്നത്. അമ്മയാണെങ്കിലും നെയ്റ്റി, ഞാനാണെങ്കിലും വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കണതുകൊണ്ട് അവനിക്കറിയാം അവൻ്റെ ഉമ്മ ഡ്രസ്സ് ഇങ്ങനെ പുതിയ ഡ്രസ്സ് ഇട്ട് നിൽക്കുമ്പോൾ ഉമ്മ എങ്ങോട്ടോ പോകണു, എന്നെ ഇവിടെ ആക്കിയിട്ട് ഉമ്മ എങ്ങോട്ടോ പോകുന്നു എന്നുള്ളൊരു മൈൻഡായിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ അവനിങ്ങനെ കിടന്ന് കരയുന്നത്. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ ഇരുത്തി അവൻ ആ ചോറും കൊണ്ട് കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വന്ന ആൾക്കാരൊക്കെ സന്തോഷത്തോടു കൂടി സദ്യയൊക്കെ കൊണ്ടു. പിന്നെ വന്നവരിൽ അവരുടെ കുട്ടികൾ, അതായത് ഏട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ മക്കളാണ് അവർ. അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാനിരുന്നു. ഞാനും അമ്മയും ഏട്ടനും ലാസ്റ്റ് ഇരുന്നത്. അപ്പോൾ ഞങ്ങളിരുന്നു, കഴിച്ചു. ഇത്രയും കേട്ടോ ഞങ്ങളുടെ ഒരു ഓണത്തിൻ്റെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. ടാറ്റാ.